ഞങ്ങള് പ്രിയപ്പെട്ട രാഹുൽജിയുമായി രാവിലെ ഒരു വട്ടം കൂടി സംസാരിച്ചു. അദ്ദേഹം KPCCയുടെ പുതിയ നേതൃത്വത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിലും അണികളിലും ബഹുജനങ്ങളിലും ലഭിച്ച വലിയ സ്വീകാര്യതയിൽ അദ്ദേഹം സന്തുഷ്ടനാണ്. ആ സന്തുഷ്ടി അറിയിച്ചു. ശക്തമായ പ്രവർത്തന പരിപാടികൾക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള ശക്തി അദ്ദേഹം ഞങ്ങൾക്ക് നൽകി. ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം ലഭിച്ചു. വളരെ സന്തുഷ്ടരായിട്ട് ഞങ്ങൾ കേരളത്തിലേക്ക് മടങ്ങുകയാണ്. പറഞ്ഞില്ല, ഒന്നിനും തിരക്കില്ല. ഇല്ല, ഒന്നിനും തിരക്കില്ല. ആവശ്യമായ അതൊക്കെ അതിന്റെ ഘട്ടങ്ങളിൽ, സംഘടനാപരമായ കാര്യങ്ങൾ അതിന്റെ ഘട്ടത്തിൽ ആദ്യമേ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടല്ല ചർച്ച. ഡിസ്കസ്. ഇല്ല, അത്ര കാര്യമല്ല. സംഘടനയെ ശാക്തീകരണം, അതാണ് സ്ട്രെങ്തനിങ് ദ പാർട്ടി. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ്. ആവശ്യമായ ശാക്തീകരണം ആവശ്യമായ സമയത്ത്, തക്ക സമയത്ത്. അല്ല സർ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശാക്തീകരണം ആവശ്യമായത്. എന്റെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. വി വിൽ ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാവും? അത് ആലോചിച്ചിട്ടില്ല. അത് റീസെന്റ് ഫോംഡ് അല്ലേ. അത് വിൽ ബി കണ്ടിന്യൂ. റീസെന്റ് ഫോം. പിന്നിപ്പോ ജനറൽ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, അതൊക്കെ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. നിങ്ങളുമായിട്ട് ആലോചിക്കുന്നില്ല. ആ കാര്യത്തിൽ നിങ്ങളുമായിട്ട് ആലോചിക്കുന്നില്ല. അല്ല സർ, അതായത് ഒരു പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും നമ്മുടെ ശൈലി. അല്ലല്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങള് കോൺഗ്രസിൽ കുറെ നാളായല്ലോ. എല്ലാവരുടെയും ശൈലിക്കൊന്നും വലിയ മാറ്റമൊന്നുമില്ല. അല്ല, ലീഡർഷിപ്പ് ശൈലിയല്ലേ ഈ പുനഃസംഘടനയുടെ ശൈലി? ഇപ്പോഴും നമുക്ക് വന്നിട്ടുള്ളത് പരാതിക്കിടയില്ലാത്തവണ്ണം തന്നെ ഈ പുതിയ ഈ നീക്കത്തിന് പിന്തുണ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. ഇതിന്റെ ഇതേ രീതിയിലുള്ള ഒരു ശൈലി തുടരും. ഇന്നലെ ഈ ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥിരം മുഖങ്ങളെയൊക്കെ ഒഴിവാക്കണം. ഞാൻ കണ്ടില്ല. ഐ എം നോട്ട് കമന്റിംഗ് അറ്റ് ഓൾ. സ്പെഷ്യൽ കോച്ചിങ് കിട്ടിയിട്ടുണ്ട്. എന്റെ മുഖങ്ങളെ ഒഴിവാക്കണം, കുറച്ച് യങ് ബ്ലഡ്, കൂടുതൽ പുതുതലമുറ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊരു എല്ലാ കാലത്തും ഉണ്ടല്ലോ. എല്ലാ കാലത്തും കോൺഗ്രസ് യുവരക്തത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്നാൽ പരിചയസമ്പന്നരായ ആളുകളെ കോൺഗ്രസ് എല്ലാ കാലത്തും അവരുടെ നേതൃത്വപരമായ പങ്കാളിത്തത്തെ അങ്ങേയറ്റം ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. ഇൻക്ലൂസീവ് ലീഡർഷിപ്പ്, ദാറ്റ്സ് ആർ പോളിസി. സോഷ്യൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് എന്താണ് ഞങ്ങൾ ആലോചിക്കും ഡീറ്റെയിൽ ആയിട്ട്. മധ്യകേരളം കേന്ദ്രീകരിച്ച് ഡെഫിനറ്റ്ലി വി വിൽ ഡു ഇറ്റ്. ഇപ്പൊ എല്ലാ തെരഞ്ഞെടുപ്പിലും സുമോദ് പറഞ്ഞ പോലെ ഇപ്പൊ ഈ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരുമായി മുഖ്യമന്ത്രി കാണാറുണ്ട്. KPCC അധ്യക്ഷൻ അങ്ങനെയുള്ള പരിപാടി. അതേ വൻകിടക്കാരെയല്ലേ കാണുന്നത്. ഞങ്ങൾ സാധാരണക്കാരെ കാണും. വെള്ളപ്പള്ളിയെ കാണോ? എല്ലാരും കാണും. പദയാത്ര അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ആലോചിച്ചു. പാർട്ടി പരിപാടി KPCC നേതൃയോഗം ചേർന്ന് ആലോചിക്കും. ഞങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കല്ല. സോറി. കൺവീനർ എങ്ങനെ ഈ സാമുദായിക സന്തുലിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു തീരുമാനമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത്. അത് ഇന്ന സമുദായം എന്നുള്ളതല്ല, ഏത് സമുദായത്തെ, എല്ലാ സമുദായത്തിലും ഞങ്ങളത് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോയി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അല്ല, ഓപ്പറേഷൻ സുധാകരനാണ് നടന്നതെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അല്ല, അതേക്കുറിച്ച് ഞാൻ ഒരു കമന്റ് ഇപ്പൊ തൽക്കാലം പറയുന്നില്ല. എന്തായാലും എന്റെ തലയിൽ അതെ സുധാകരനാണ്. കണ്ണൂരിൽ ഞാൻ എത്തിയപ്പോൾ, പ്രഖ്യാപനം വന്ന് കണ്ണൂരിൽ ഉടനെത്തിയപ്പോൾ KPCC പ്രസിഡന്റ് K. സുധാകരൻ എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എനിക്ക് മധുരം തന്നു. KPCC പ്രസിഡന്റിന്റെ കസേരയിൽ അദ്ദേഹം പിടിച്ചിരുത്തിയപ്പോൾ അദ്ദേഹം വീണ്ടും എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ഫോട്ടോയാണ് ഇന്ന് പത്രങ്ങളിൽ നിന്ന് വന്നത്. പിന്നെന്തിനാ ചോദ്യം? അല്ല, വെള്ളപ്പള്ളി അനുനയിപ്പിക്കാൻ എന്തെങ്കിലും നീക്കം? താങ്ക് യു വെരി മച്ച്.